പ്രോഫിറ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട മുക്ത. നഷ്ടമാണ്, വലിയ നഷ്ടമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഇതിനു മുമ്പ് നമ്മള് ഇവരെ കൊണ്ട് സൺഡേസിലും അവധി ദിവസങ്ങളിലും ജോലി ചെയ്യിപ്പിച്ചിട്ടില്ലേ? ഒരു എതിർപ്പും കാണിക്കാതെ ഇവരനുസരിച്ചിട്ടുമുണ്ട്. രേവതിയുടെ കല്യാണം ഇല്ലായിരുന്നെങ്കിൽ നാളെ ഇവര് നമുക്ക് വേണ്ടി ജോലി ചെയ്താനെ. ഇവര് നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥത നമ്മളും തിരിച്ചു കാണിക്കണ്ടേ? ഈ ലോസ് ഞാൻ സഹിച്ചോളാം. ജോലിക്കാരെ അവരുടെ സൗകര്യത്തിന് വിട്ടിട്ട് കമ്പനി വലിയ നഷ്ടം സഹിക്കുക. കണക്കെടുപ്പ് നടക്കുമ്പോഴേ PK സാർ എന്നോടാ ചോദിക്കുക. ഞാൻ നടന്നതുപോലെ പറയും. അത് കേട്ടിട്ട് കൈലാഷ് സാറേ എന്നെ നേരെ മുഖം കർപ്പിക്കരുത്. ഡാഡി നിങ്ങളോട് ആരോടും ചോദിക്കില്ല. എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാം. നഷ്ടത്തിന്റെ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം. കൈലാഷ് സാർ സമ്മതിക്കുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ പ്രിയൻ. സാറിനോടല്ല, ഇവരോട്. കൈലാഷ് സാർ ഈ സംസാരിക്കുന്നത് മുഴുവൻ നമുക്ക് വേണ്ടിയിട്ട്. സാറ് പറഞ്ഞത് നിങ്ങളെല്ലാരും കേട്ടില്ലേ? നമുക്ക് വേണ്ടി നഷ്ടങ്ങൾ സഹിച്ചോളാന്ന്. PKR സാർ ചോദിക്കുകയാണെങ്കിൽ നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തോളാന്ന്. കൈലാഷ് സാർ നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടും കൈലാഷ് സാറിന് വേണ്ടി നമ്മൾ ആരെങ്കിലും സംസാരിച്ചോ?